ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ഹോം ഷെപ്പിൻ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ വണ്ടി ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. വീണെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വീഴ്ചയാണ്. നമ്മൾ റോഡിൽ നിന്ന് വന്ന് കയറിയ സമയത്ത് മെയിൻ റോഡിൽ നിന്ന് വന്ന വണ്ടി നിർത്തി തന്നെ എനിക്ക് ക്രോസ് ചെയ്യാൻ. ഞാൻ ക്രോസ് ചെയ്ത സമയത്ത് തന്നെ വേറൊരു ബൈക്ക് കൊണ്ട് വെച്ച് ഇടിക്കുമായിരുന്നു ഉണ്ടായത്. ഇടിയെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇതാ ഈ ഒരു പോർഷനിലാണ് ഇടി കിട്ടിയത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കുറച്ച് ചപ്പിപ്പോയി. നമ്മളെ ലിവറൊന്ന് ഒടിഞ്ഞു. ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് സൈഡ് പാനലിൽ, പിന്നെ ഇവിടെ കുറച്ച് സ്ക്രാച്ച്, ഇവിടെ കുറച്ച്, പിന്നെ ഇവിടെ സൈഡ് പാനലിൽ കുറച്ച് സ്ക്രാച്ച്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. ഇത്രയാണ് ഉള്ളത്. പിന്നെ ഉണ്ടായ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡിലിൻ്റെ മൊത്തത്തിലുള്ള മൊത്തത്തിലിരുന്ന ഒരു ആട്ടം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന് ആടുമായിരുന്നു. ടയർ നേരെ ഇരുന്നാലും ഇരുന്ന് ആടുമായിരുന്നു. നമുക്ക് ഓട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വണ്ടി നിർത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശാരീരികമായി ഒന്നും പറ്റിയില്ല. പക്ഷേ വണ്ടി വന്നിട്ട് ഈ ഒരു ഹാൻഡിൽ ഇടിച്ചിട്ട് ഈ ഹാൻഡിൽ ഞെളങ്ങി, ഈ ഒരു ബ്രേക്ക് ലിവറും പൊട്ടി. അതിനുശേഷം വണ്ടി ഒന്ന് തറയിൽ വീഴുമായിരുന്നു ചെയ്തത്. അപ്പം സൈഡ് പാനലിലും ബോഡിയിലും കാര്യങ്ങളെല്ലാം സ്ക്രാച്ചസ് ഉണ്ട്. അപ്പം ഏറ്റവും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ വേറെ ഇടിച്ച പുള്ളിക്കൊന്നും പറ്റിയില്ല. അതൊരു FC ആയിരുന്നു. ഞാൻ വണ്ടി നൂത്തപ്പോഴത്തേക്കും ടച്ച് വർക്കാവുന്നില്ല. ഹാൻഡിലിൽ ഒരു ഷേക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒരു ഇളക്കമായിരുന്നു, ഒരു ലൂസായതുപോലെ. അപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റമ്പ് ഒടിഞ്ഞു, ഈ പറഞ്ഞ പോലെ ഇനി തീർന്നു ഓലയുടെ കേസ് ഗോവിന്ദാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഉരുട്ടി ഓട്ടിച്ച് ഓഫീസിൽ പോയി. തിരിച്ച് ഓട്ടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളൊരു 40 അല്ലെങ്കിൽ ഒരു 30-ന് മേളിലേക്ക് സ്പീഡ് കയറുമ്പോൾ വണ്ടി ഒരുമാതിരി ഇങ്ങനെ ഇരുന്ന് വെട്ടലായിരുന്നു. കാരണം ഹാൻഡിൽ ലൂസാണ്. ടയർ ഇങ്ങനെ ഇരുന്നിട്ട് പൊളയുമ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല. അവസാനം നൈസായിട്ട് ഉരുട്ടി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഷോറൂമിൽ ടിക്കറ്റ് റൈസ് ചെയ്തു. സർവീസിന് ടിക്കറ്റ് റൈസ് ചെയ്ത് അവിടെ പോയപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യവട്ടത്താണ് ഓലയുടെ ക്ലെയിമും കാര്യങ്ങളും റിലേറ്റഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോവാം. അല്ലാത്ത പക്ഷം നമ്മൾ പൈസ കൊടുത്ത് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ മുട്ടത്തറ തന്നെയാണ്. അപ്പോൾ വേറൊരു മുണ്ടി എന്താണെന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യുവാണെങ്കിൽ ഒരു 30 ദിവസത്തോളം വണ്ടി അവിടെ ഇരിക്കേണ്ടി വരും. മുട്ടത്തറ നമ്മൾ പൈസ മുടക്കി റെഡിയാക്കാൻ പോയാലും, ഈ ടിക്കറ്റ് റൈസ് ചെയ്ത് പോയാലും, ബുക്ക് ചെയ്ത് പോയാലും 2 ദിവസം അവിടെ വെച്ചിരിക്കണം അവർക്ക് വണ്ടി നോക്കണമെങ്കിൽ പോലും. അതൊക്കെ എവിടുത്തെ ന്യായമെന്ന് എനിക്കറിയത്തില്ല. കാരണം വണ്ടി എന്തിനാണ് ഇഷ്യൂ എന്ന് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് റൈസ് ചെയ്ത് അതായത് ഈ സംഭവം നടന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അലോട്ട് കിട്ടിയത്. എന്നിട്ട് ഡേറ്റ് ബുക്ക് ചെയ്ത് പോയിട്ട് പോലും അന്ന് അവർ നോക്കത്തില്ല, 2 ദിവസം വെച്ചിട്ട് പോകാനൊക്കെയാണ് പറയുന്നത്. കാരണം പറയുന്നത് ഒരുപാട് വണ്ടി പെൻഡിങ് ഉണ്ടെന്നാണ്. പിന്നെന്തിനാണ് അവർ ആ ഒരു ഡേറ്റിന് നമുക്ക് ബുക്കിംഗ് തരുന്നതെന്നും എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു തോന്നിവാസമാണ്. അപ്പോൾ അതിന് 2 ദിവസം അവിടെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് വണ്ടി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വലിയ രീതിയിലൊരു ഇടിച്ചിട്ടില്ല. അപ്പം അവർ ഷോറൂമിലുള്ളവർ പറയുന്ന പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഹാൻഡിലിൻ്റെ അടിഭാഗം ഒടിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചേസ് ബെൻഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഹാൻഡിലും നമ്മുടെ സ്റ്റമ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന അവിടെ ഒടിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബെൻഡ് ഉണ്ടാവാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ആലോചിച്ചിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് നൈസായിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെറുതെ ഈ പറഞ്ഞ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഹാൻഡിൽ ലൂസ് എന്ന് പറയുന്ന ഇഷ്യൂ ഒരുവിധം എല്ലാവർക്കും ഓലയിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പോഴും ഒരുപാട് സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഈ ഒരു ഹാൻഡിലിൻ്റെ താഴത്തെ വശത്ത് ഒരു നട്ടും ബോൾട്ടും ഉണ്ട്. അതാണ് നമ്മുടെ ഈ സ്റ്റമ്പിൽ നിന്ന് വരുന്ന റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലൂസായതായിരുന്നു സംഭവം. അപ്പോൾ അതാണ് ഈ ഒരു ഷേക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ ഞാൻ പിന്നെ ഷോറൂമിൽ കൊണ്ടുപോകാൻ നിന്നില്ല. കാരണം ഷോറൂമിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാലും അവരത് കേൾക്കത്തൊന്നുമില്ല. ഇങ്ങനെ ബ്രോ ഇതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞാലും അവർ കേൾക്കത്തൊന്നുമില്ല. അവരങ്ങനെ എന്നൊക്കെ പറയും. അപ്പം സുഖമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇളക്കി ഒന്ന് നോക്കുക. കാരണം നമ്മളെ സ്വന്തം വണ്ടിയായിട്ട് നമുക്ക് പിന്നെ എന്തിനു വന്നാലും നമ്മൾ അനുഭവിച്ചാൽ മതിയല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ടൂൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇളക്കി നോക്കി. ഇളക്കിയപ്പോഴത്തേക്ക് ഇതാണ് സംഭവം. ആ ഒരു നട്ട് ലൂസായ നട്ട്
ടൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ലൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി പക്ക, ഒരു പ്രശ്നവുമില്ല. വെറുതെ ഞാൻ 2 ദിവസം ടെൻഷൻ അടിച്ച്. അപ്പം വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴും വേറെ സൗണ്ടോ ഒരു നോയ്സോ ഒന്നുമില്ല. നമ്മളിപ്പം കൈവിട്ട് നോക്കിയാലും വേറെ ഒഴിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം പിന്നെ എന്തിനാണ് ഇവർ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി വേറെ ഒഴിച്ചിലോ കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ്. മറ്റേത് ഒരുമാതിരി ഇങ്ങനെ ഷേക്കാവുമായിരുന്നു. ഈ മൊത്തത്തിൽ ഇരുന്നിട്ട് ഒരു ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നതും ഡേഞ്ചറാണ്. കാരണം ഞാൻ റിസ്ക് എടുത്താണ് ഷോറൂം വരെ ഓടിച്ചുകൊണ്ട് പോയത്. കാരണം ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ ഈ സാധനം വല്ല ഇളവി കയ്യിലിരുന്ന് കഴിഞ്ഞാൽ വണ്ടി അതിലും വലിയ ആക്സിഡൻറ്റിലാവും. എന്നാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഓല കെയർ പ്ലസ് വാറൻറ്റിയും കോപ്പൊക്കെ ഉള്ളതാണ്. എന്നിട്ടും ഈ ടോ സർവീസൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല അതൊക്കെ റിയൽ ലൈഫിൽ എത്രത്തോളം ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ കേസിൽ എനിക്കൊന്നും ഉപയോഗപ്പെട്ടിട്ടില്ല. ലേബർ ആവില്ല എന്ന് പറയുന്നുണ്ട്. അതുമാത്രം ചിലപ്പോൾ നമുക്ക് ഉപയോഗപ്പെട്ടെന്ന് വരാം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് റെഡിയാക്കിയപ്പോൾ തന്നെ വണ്ടിയുടെ ഇഷ്യൂസ് എല്ലാം ഫിക്സ് ചെയ്ത്, പിന്നെ കിറ്റിലൊന്നും വലിയ പൊട്ടലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ സൈഡ് പാനലിലൊക്കെ വീണപ്പോൾ ഉണ്ടായ ഒരു ഇമ്പാക്റ്റിലെ സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആക്സിലേറ്ററിൻ്റെ സൈഡ് പോർഷൻ എഡ്ജ് വന്നിട്ട് കുറച്ച് ഞളിങ്ങിയിട്ടുണ്ടായിരുന്നു, ചപ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലിവറിൻ്റെ എഡ്ജ് വന്നിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലുള്ള ഇടിയിലൊക്കെ ഒടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് അവിടെ വെച്ച് അങ്ങ് ഒടിഞ്ഞു പോയി. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. വണ്ടി യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കുറച്ച് മെക്കാനിക്സ് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തട്ടിക്കൂട്ടി കൊണ്ടുപോകാം. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ആ ഒരു നട്ട് രക്ഷിച്ചു. കാരണം അതുപോലെ നമുക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ഓലയുടെ ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വരുന്ന ഇടി എന്ന് പറഞ്ഞാൽ ആ ഒരു നട്ടിൽ ഇമ്പാക്റ്റ് എടുത്തോളും. എന്നിട്ട് ഹാൻഡിലൊന്ന് ലൂസാവത്തേ ഉള്ളൂ. വേറെ ബെൻഡോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇപ്പം ബെൻഡ് വരെ ഒടിയെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വൻ തൊല്ലയാവും. ഇത് ജനറേഷൻ 2ൻ്റെ കേസാണ്. ജനറേഷൻ 1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റമ്പ് ഒടിയാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നൈസ് ക്വാളിറ്റിയിൽ എസ്കേപ്പായി. ഷോറൂമിനെ നമ്പിയിരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. അതിപ്പോൾ ഒരു കാര്യം ബോധ്യമായി. പക്ഷേ ഒരു വട്ടം ഒന്ന് ഷോറൂമിൽ പോകണം ഇത് റെഡിയായിട്ട്. കാരണം നേരത്തെ കൊണ്ടുപോയപ്പോഴും അവർ അത് ബെൻഡെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി നോക്കണം. നോക്കിയിട്ട് അവരെന്താണ് പറയുന്നത് അവർ ഓടിച്ച് നോക്കിയിട്ട് കംപ്ലൈൻറ്റ്. ഇപ്പം ഞാൻ ഓടിച്ചിട്ട് ഇപ്പം വേറെ സൗണ്ടോ നോയ്സോ അല്ലെങ്കിൽ ഒഴിച്ചിലോ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. വണ്ടി പക്കയാണ്. അപ്പോൾ ഇനി കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്തും കൂടെ ഒപ്പീനിയൻ എടുക്കണം. അവരിനി ഓടിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം അതും കൂടെ ആയാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഈ ലിവറിൻ്റെ കേസ് എനിക്ക് തോന്നുന്നു 700 രൂപ ആ റേഞ്ചിൽ വില വരുന്നുണ്ട് ഈ ചെറിയൊരു മണിക്ക് ലിവറിന്. യൂസ് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വേറെ ഭാഗ്യത്തിന് കിറ്റൊന്നും പൊട്ടാത്തതുകൊണ്ട് വേറെ സൗണ്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച കട്ടറിലൊക്കെ ചടമ്പം നല്ല നോയ്സ് ആയിരിക്കുമെന്നാണ്. വേറെ ഒരു പ്രശ്നമല്ല. പിന്നെ ഈ മിററിൻ്റെയൊക്കെ ഇവിടെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. എന്നാലും മിററൊന്നും പൊട്ടിയതുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പോയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning.